മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തിലെമ്പാടും കുറേ യുക്തിവാദികളും നിരീശ്വരവാദികളും പുരോഗമനവാദികളും വനിതാ സ്വാതന്ത്ര്യ ഫെമിനിസ്റ്റുകളും ചിലപ്പോൾ രാഷ്ട്രീയക്കാരും പിന്നെ തലങ്ങും വിലങ്ങും വിപ്ലവാഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ജീവിക്കുന്ന പലരും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും വിമർശിക്കുന്നതും പുച്ഛിക്കുന്നതും അവഹേളിക്കുന്നതും ഹിന്ദുധർമ്മത്തെയാണ്. ഹിന്ദുധർമ്മത്തെയും ഹൈന്ദവ ആചാര വിചാരങ്ങളെയുമെല്ലാം വിമർശിക്കുന്നതിൽ ഒരു വിഷയം, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ധാരാളം നഗ്ന രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത്രയും പവിത്രമായ സ്ഥലങ്ങളിൽ നഗ്നരൂപങ്ങളാകാമെങ്കിൽ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ തുണി ഉടുത്തുകൊണ്ട് നഗ്നത പ്രദർശിപ്പിക്കാതെ ആരാന്റെയും ഭാര്യയെയോ മകളെയോ സഹോദരിയെയോ വേറെ ഏതെങ്കിലും ഭർത്താവോ മകനോ മരുമകനോ ചുംബിച്ചാൽ എന്താ കുഴപ്പം? ഇത്രയും നഗ്നത അമ്പലങ്ങളിൽ പ്രദർശിപ്പിക്കാമെങ്കിൽ ഞങ്ങൾ ടൈറ്റ് പാൻ്റ് ഇട്ടാൽ എന്താ കുഴപ്പം? ഞങ്ങൾ പകുതി ശരീരം ആവരണം ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ നിങ്ങൾ എന്തിനാ നോക്കാൻ പോകുന്നത്? ഞാനും ഇഷ്ടപ്പെടുന്നവനും തമ്മിൽ ചുംബിച്ചാൽ നിങ്ങൾ എന്തിനാ എത്തി നോക്കാൻ പോകുന്നതെന്ന് മിനിഞ്ഞാന്നൊരു പെണ്ണ് ചോദിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉത്തരം അവനവൻ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അവനവൻ ഉത്തരം പറയാനും അവനവന് ന്യായീകരിക്കാനും ഒന്നും കിട്ടാതെ വരുമ്പോൾ ക്ഷേത്രങ്ങളിലെ നഗ്നതയാണ് എക്സാമ്പിളായിട്ട് എടുക്കാറുള്ളത്. ഭാരതത്തിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് ശരീരമോ ശരീരഭാഗമോ നഗ്നതയോ സെക്സോ ഒന്നും ബൈബിളിൽ യഹോവ പറഞ്ഞിരിക്കുന്ന മാതിരി നീ ജ്ഞാനക്കനി തിന്നരുത്, നീ ജ്ഞാനക്കനി തിന്നാൽ നിനക്ക് വിവേകം ഉണ്ടാവും, നീ ദൈവത്തിൻ്റെ അത്രയും ഉയരും, ജ്ഞാനക്കനി തിന്നാൽ നീ നഗ്നനാണെന്നറിയും. ആ ആദവും അവയും അത് തിന്നു, ആദി പാപം അങ്ങനെ ഉണ്ടായി. വളരെ ഉജ്ജ്വലനായ പ്രവാചകൻ 56-ാമത്തെ വയസ്സിൽ 11 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കെട്ടി. അങ്ങനെ 10-12 വിവാഹം അദ്ദേഹം കഴിച്ചു. അവിടെ ഒന്നും ഈ യുക്തിവാദികളോ ബുദ്ധിജീവികളോ ഒന്നും പറയാറില്ല. ഹിന്ദു ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പറയുക. അവർക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, വാദിക്കാനും ജയിക്കാനും അല്ല, ഭാരതത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു ക്ഷേത്രമാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും പവിത്രമായതുപോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും പവിത്രം തന്നെയാണ്. അതുകൊണ്ട് ശരീരവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും നമ്മൾ വേദം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ആയുർവേദം എന്നാ പറയാ ശരീരത്തെക്കുറിച്ചുള്ള, രോഗത്തെക്കുറിച്ചുള്ള, ആരോഗ്യത്തെക്കുറിച്ചുള്ള പഠനത്തിന്. അതുപോലെയാണ് ഋഗ്വേദ സംഹിത, യജുർവേദ സംഹിത എന്ന് പറയുന്ന പോലെയാണ് സുശ്രുത സംഹിത, ചരക സംഹിത എന്ന് പറയുന്നത് ആയുർവേദ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ കാമശാസ്ത്രം, അത് പോർണോഗ്രഫി അല്ല. ഒരു വാത്സ്യായന മഹർഷി മനുഷ്യ ശരീരത്തിലെ സെക്സിനെ കുറിച്ച് പവിത്രമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. സിനിമയിൽ കാണുന്ന പോലെ നഗ്ന നൃത്തമൊന്നും അല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം മറ്റ് നഗ്നത വിവരിക്കുന്ന, ലൈംഗികത വിവരിക്കുന്നത് പോലെ ആരും വാങ്ങിക്കാതിരിക്കാൻ കാരണം അതൊരു സയന്റിഫിക് ലോജിക്കൽ റാഷണൽ എക്സ്പ്ലനേഷൻ തരുന്ന പുസ്തകമാണ്. അതുകൊണ്ട് കാമശാസ്ത്രമോ കാമസൂത്രമോ
വികാര തീവ്രമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് വഴിയെ കൂടെ പോകുന്ന പെണ്ണിനെ ചുംബിക്കാനുള്ള വികാരം ഉണ്ടാക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിലെ നഗ്നത സ്വാഭാവികമായിട്ടും ലോകത്തിലെ ഏത് മനുഷ്യന്റെയും, ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും, ആണിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി ഓപ്പണായിട്ട്, പെണ്ണിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി സീക്രട്ടായിട്ട് അട്രാക്ഷൻ തരുന്ന ഒരു ഏറ്റവും ഗഹനമായിട്ടുള്ള വിഷയമാണ് സെക്സ് എന്ന് പറയുന്നത്. ആ സെക്സ്, സെക്ഷുവൽ പോസ്റ്റേഴ്സ്, സെക്ഷുവൽ പിക്ചേഴ്സ്, സെക്ഷുവൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏത് വ്യക്തിയെയും അട്രാക്ട് ചെയ്യുന്നതാണ്. എത്ര ജീനിയസ് ആണെങ്കിലും അട്രാക്ട് ചെയ്യുന്നതാണ്. ആ അട്രാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സാധിച്ചാൽ ഈ ലോകത്തിലുള്ള ഏത് നെഗറ്റീവുകളിൽ നിന്നും മനസ്സിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ സെക്സുമായിട്ട് ബന്ധപ്പെട്ട അട്രാക്ഷനിൽ നിന്ന് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മറ്റേത് ചെവിയെയോ കണ്ണിനെയോ മൂക്കിനെയോ നാക്കിനെയോ ത്വക്കിനെയോ 5 സെൻസറി ഓർഗൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ സെക്സ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സന്യാസം ഇങ്ങോട്ടേക്ക് മാറാൻ സാധിച്ചാൽ സാധിക്കും. അപ്പൊ ക്ഷേത്രങ്ങളിൽ സെക്സ് രൂപം കൊടുക്കുന്നത് ആത്മീയമായി ഏകാഗ്രമായി വിഗ്രഹത്തിലെ ഈശ്വര ചൈതന്യത്തെ, ആ വിഗ്രഹം എന്ന ഇമേജിനെ ഫോക്കസ് ചെയ്തിട്ട് ഇമാജിനേഷൻ നടത്താൻ, മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ അവിടെ നമ്മളുടെ ശരീരത്തെ അട്രാക്ട് ചെയ്യുന്ന, നമ്മളുടെ മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാം നിരത്തി വെക്കണം. ആ നിരത്തി വെച്ചതിൽ നിന്ന് മനസ്സിനെ പുറകോട്ടെടുത്ത് ഈ വിഗ്രഹത്തിലേക്കും വിഗ്രഹത്തിന് അതീതമായ ഈശ്വരനിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ അമ്പലത്തിൽ കൊടുക്കുന്നത്. അമ്പലമല്ല ഹിന്ദുക്കൾക്ക് ആദ്യവും മധ്യവും അവസാനവും, അത് പള്ളികളാണ്. ജനിക്കുമ്പോഴും മുസ്ലിം പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും പോകണം, വിവാഹത്തിനും മുസ്ലിം പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും പോകണം, മരിക്കുമ്പോഴും അവരുടെ ഡെഡ് ബോഡി മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ അടക്കണം. ഇത് മൂന്നും ഹിന്ദുവിന് വേണ്ട. അതിനിടയ്ക്ക് ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ഈ മനസ്സിനെ ആത്മീയതയിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ശരീരത്തിനെയും മനസ്സിനെയും അട്രാക്ട് ചെയ്യുന്ന എല്ലാം മുമ്പിൽ നിരത്തി വെച്ച് അതിൽ നിന്ന് മനസ്സ്, ചെവിയായാലും കണ്ണായാലും മൂക്കായാലും നാക്കായാലും ത്വക്കായാലും നമുക്ക് പിൻവലിച്ചിട്ട് ഈ ശ്രീകോവിലിനകത്തുള്ള ഈശ്വര രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്രയോ നഗ്നരൂപങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഒരൊറ്റ മനുഷ്യൻ പോലും അതിന്റെ മുമ്പിൽ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല. അതുപോലെ ഖജുരാഹോ ടെമ്പിള്, 1014 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഖജുരാഹോ ടെമ്പിള്, അവിടെ ആൾക്കാർ പ്രദക്ഷിണം വെക്കുന്നുണ്ടാവും, അത് തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവില്ല. വിദേശികൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, അല്ലാതെ അത് മ്യൂസിയത്തിലുള്ള ചില സാധനം കാണുന്ന മാതിരി ഒന്നും നോക്കിയിരിക്കില്ല. അപ്പോ പവിത്രമായിട്ടുള്ള നഗ്നതാ പ്രദർശനം ആത്മീയതയുടെ കേന്ദ്രീകരണത്തിന് ആവശ്യമാണ്. അത് പവിത്രമല്ലാതെ വരുമ്പോഴാണ്, പവിത്രമല്ലാത്ത പ്രദർശിച്ചപ്പോഴാണ്, നഗ്നരല്ലെങ്കിൽ പോലും എറണാകുളത്തെ മറൈൻ ഡ്രൈവില് 10,000 കൂടിയത് ഈ നീചകർമ്മം, KR ഗൗരിയമ്മ പറഞ്ഞതുപോലെ തല്ലി ഓടിക്കേണ്ടവരാണ് ഇവര് എന്ന് KR ഗൗരിയമ്മ പറഞ്ഞു. മാതൃഭൂമി പത്രം അതിന് ഒരു എഡിറ്റോറിയൽ എഴുതി സപ്പോർട്ട് ചെയ്തു ചുംബനത്തെ. അത് സാംസ്കാരികമായ നിലവാരത്തിലെ വ്യത്യാസം. അപ്പോ ഈ ചുംബനം പബ്ലിക്കായിട്ട് കാണിച്ചത് വൈകാരികമായതുകൊണ്ടാണ് മറൈൻ ഡ്രൈവിൽ 10,000 തടിച്ചുകൂടിയത്, കോഴിക്കോട് തടിച്ചുകൂടിയത്, പത്രമാധ്യമങ്ങളിൽ അത് വന്നത്. ഒരു പത്രമാധ്യമത്തിലും ഒരു പത്രമാധ്യമത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയോ ഖജുരാഹോയിലെയോ ചിത്രങ്ങൾ പരിധിക്കപ്പുറം വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ വരാറില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ നഗ്നത എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഭിന്നമായ ഒന്ന് പ്രദർശിപ്പിച്ച ആൾക്കാരെ വരുത്താനുള്ളതല്ല മറൈൻ ഡ്രൈവിൽ ചെയ്തതുപോലെ. മറിച്ച് ഏതെല്ലാം അട്രാക്ഷനുകൾ ഉണ്ടെങ്കിലും, ആകർഷണ നിധേയമായ കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് മനസ്സിനെ പുറകോട്ടെടുത്ത് വിഗ്രഹത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്ര ലക്ഷ്യത്തിലേക്ക്, ക്ഷേത്രത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് നഗ്നരൂപങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുകൂടി അറിയാൻ സാധിക്കുമ്പോഴാണ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ക്ഷേത്രങ്ങൾ എത്രത്തോളം പവിത്രമാണ് എന്ന് മനസ്സിലാവുന്നത്. ധാരാളം മുസ്ലിങ്ങൾ ഈ നഗ്നതയെക്കുറിച്ച് ഹിന്ദുക്കളോട് ചോദിക്കാറുണ്ട്. അതിന്
അറിയാമെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഉത്തരം പറയണ്ട. ഈ ഉത്തരം പറയാൻ അറിയാത്തവര് ഒന്നുകൂടി ചെയ്യാം. ഒന്ന്, വാദിക്കാനും ജയിക്കാനും പോവാതിരിക്കാം. 2, സമയം കിട്ടുമ്പോൾ ഖുർആൻ ഒന്ന് വായിക്കാം, ബൈബിളും ഒന്ന് വായിക്കാം. അതിനകത്ത് 21ാം നൂറ്റാണ്ടിലേക്ക് ഒരു കാരണവശാലും ചേരാത്തത് മാത്രമേ ഉള്ളൂ. അതിലൊരു 10 തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോ വാദിക്കുന്നതിന് പകരം പ്രതിരോധിക്കാം, തിരിച്ചടിക്കാം. അതും കൂടി പഠിക്കണം. അത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ശരിക്ക് സാമദാന വേദദണ്ഡം നന്മ നിറഞ്ഞ രീതിയിൽ കൗരവരോട് പറയേണ്ടത് പറഞ്ഞു. അവരോട് ഉപദേശിച്ചു. 6 ഗ്രാമങ്ങൾ തന്നാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അതൊന്നും കൗരവർ കേട്ടില്ല. അവസാനം കൃഷ്ണൻ പറഞ്ഞത് ധർമാധി യുദ്ധ ശ്രേയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. നേരിട്ട് യുദ്ധം ചെയ്യാൻ തന്നെ ഇറങ്ങി പുറപ്പെടാം. ഞാനിവിടെ യുദ്ധം ചെയ്യാനല്ല നിങ്ങളോട് പറഞ്ഞത്, മറിച്ച് അതിശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഒരു 10-15 എണ്ണം എടുത്ത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ഏത് രാജ്യത്തിലാണ് പ്രതികരിക്കുന്നത്, പ്രതിരോധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. സൗദി അറേബ്യയിലോ ദുബായിലോ ഒമാനിലോ ഖത്തറിലോ പോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വിസ വേണ്ടി വരില്ല വരാൻ. അതുകൂടി ചിന്തിച്ചിട്ട് വേണം വാദിക്കാൻ പോവാൻ. വാദിക്കാൻ ഹിന്ദു ധർമ്മത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാം പഠിക്കാൻ സാധിക്കില്ല, എല്ലാത്തിനും ഉത്തരം കൊടുക്കാനും സാധിക്കില്ല. അവർക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് പഠിക്കാനും സാധിക്കും. അതിൽ നിന്നൊരു 15 എണ്ണം തിരിച്ചിട്ട് കൊടുക്കാനും സാധിക്കും. യഥാർത്ഥത്തിൽ ഡിഫെൻസീവിനേക്കാൾ നല്ലത് ചിലപ്പോൾ ഒഫെൻസീവ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.